إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും ഏത് സമയത്തും സദാ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മൾ മനുഷ്യർ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് പോലെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഇസ്ലാമാണ്. നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതൊരു സംശുദ്ധമായ ജീവിതത്തിൻ്റെ ക്രമമാണ്. മറ്റുള്ളവരാരെയും ആക്ഷേപിക്കാതെയും മറ്റുള്ളവരാരെയും വെറുപ്പിക്കാതെയും എന്നാൽ എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുള്ള, എല്ലാവരെയും മാനിച്ചു കൊണ്ടുള്ള ഒരു ജീവിതക്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം വളരെ നശ്വരമാണ്. ചെറിയൊരു ആയുസ്സാണ് ഈ ലോകത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ ഭൂമിക്ക് മേലെ നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. വളരെ ചുരുങ്ങിയ, വളരെ തുച്ഛമായ കാലഘട്ടം മാത്രമാണ് നമുക്ക് പോകാനുള്ളതാണ്. നമുക്ക് മുമ്പ് പോയവർ എവിടെയാണോ പോയത് അവിടത്തേക്ക് നമ്മൾ പോകേണ്ടവരാണ്. നമ്മൾ അതിനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ നല്ല അടിയാളങ്ങൾ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അടിയാളങ്ങളിൽ മുഖ്യമായ ഒരു അടിയാളമാണ് ഇന്ന് നാം ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അതേ ഈ കിതാബ്, അതിലൊരു സംശയവുമില്ല. ദാലിക്കൽ കിതാബ്, അത് അല്ലാഹുവിൻ്റെ കിതാബ് തന്നെയാണ്. ലാ റൈബ ഫീഹി, അതിലൊരു സംശയത്തിനും ഇടയില്ല, ഒരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് അത് വ്യക്തമായ മാർഗദർശനമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നാളെ വരാൻ വേണ്ടി പോകുന്ന പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച പ്രവാചകന്മാരെക്കുറിച്ചും അവർക്കിറങ്ങിയ വേദഗ്രന്ഥങ്ങളിലൊക്കെയും അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. വയുഖീമുനസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരം കൃത്യമായി അവർ നിലനിർത്തുന്നവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന്, അവരുടെ ഔദാര്യമല്ല, അവരുടെ പ്രത്യേകമായ കഴിവല്ല, അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അവർ ചെലവഴിക്കുന്നവരാണ്. എവിടെയാണിത് പറയുന്നത്? വിശുദ്ധ ഖുർആന്റെ ആമുഖത്തിലാണ്. ഫാത്തിഹ കഴിഞ്ഞാൽ തുടങ്ങുന്ന മുഖദ്ദിമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റിയ പേജിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ പറ്റി പറയുന്നത്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയ സംഗതികളുണ്ട്, അതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതാണ്. എവിടെ പറഞ്ഞ് വയുഖീമുനസ്സലാ,
അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരം നിലനിർത്തുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ എടുത്തു പറയുകയാണ്, നാം അവർക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ പോക്കറ്റിൽ കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയവരാണ്. ആ മാർഗത്തിലൂടെ അവർ സഞ്ചരിക്കുന്നവരാണ്. ആ സഞ്ചരിക്കുന്നതിൽ നിന്ന് അവർക്ക് ചെലവഴിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ചെലവഴിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുകയാണ്. അതിന് മുമ്പെന്താ പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ അടയാളമായി എണ്ണിയപ്പോൾ അവിടെയും അല്ലാഹു കൊണ്ടുവന്നത് നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ചെലവഴിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമിനൂ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, വറസൂലിഹി, അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർ, വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, അതെ അല്ലാഹു നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്ന ആൾക്കാർ, വല്ലദീന ആമനൂ മിൻകും, അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും വഅൻഫഖൂ ലഹും, ചെലവഴിക്കുകയും ചെയ്തവർ ആരാണോ, അജ്റുൻ കബീർ, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്താണോ വിഭവങ്ങളായിട്ട് നൽകിയിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്, ആ നിശ്ചയിച്ചതിൽ നിന്ന് ചെലവഴിക്കാം. എന്നിട്ട് വീണ്ടും പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കാം. വീണ്ടും പറഞ്ഞു നിങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാരാണോ അവർക്കാണ് മഹത്തായ പ്രതിഫലമുള്ളത് എന്ന് പറഞ്ഞു. നിർത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലദീന യുൻഫിഖൂന അംവാലഹും, അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാം. ഇവിടേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന പദം വളരെ മഹത്തരമാണ്. അവർക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് ചെലവഴിക്കാം. അവർക്കുള്ളതിൽ നിന്ന് ചെലവഴിക്കാം. അവർക്ക് ശമ്പളം കിട്ടിയാൽ ചിലപ്പോൾ 10,000 രൂപയായിരിക്കും. ആ 10,000-ൽ നിന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സഹോദരന് കൈ നീട്ടിയപ്പോൾ ഒരു 500 എടുത്തു കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ആൾക്കാർ, അവരെ പറ്റിയാണ് പറയുന്നത്. അല്ലദീന യുൻഫിഖൂന അംവാലഹും, അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാം. ബില്ലൈലി, രാത്രിയിൽ എങ്ങനെ, വന്നഹാരി, പകലിൽ, സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായി ചെലവഴിക്കേണ്ട ചില ഘട്ടങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള മാതൃകകൾ സഹാബികൾ നമുക്കുണ്ട്, അറിയാം. അതേപോലെയുള്ള പ്രവർത്തനത്തെ പറ്റി പറയാണ്. രഹസ്യമായി ചെലവഴിക്കുന്നവർ, പരസ്യമായി ചെലവഴിക്കുന്നവർ, എങ്ങനെ രാത്രിയിലും പകലും ചെലവഴിക്കുന്നവർ. എന്നിട്ട് നിർത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലഹും, അവർക്കുണ്ട്, ഉറപ്പായുമുണ്ട്, അജ്റുഹും, അവനിൽ നിന്നുള്ള പ്രതിഫലമുണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയക്കുന്നവരല്ല, അവർ ദുഃഖിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ മഹത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ആസന്നമാണ്. അത് മുന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാണുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നുണ്ട്. മാത്രമല്ല ദുനിയാവിൻ്റെ പല സംഗതികളുമുണ്ട്, പലതരത്തിലുള്ള ടെൻഷനുകളുണ്ട്, മൂകതകളുണ്ട്, പിരികപുറക്കങ്ങളുണ്ട്, ഭയങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ആത്യന്തികമായി വിശ്വാസികളുടെ അടയാളമായിട്ട് പറയുകയാണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരല്ല, അവർ ഭയക്കുന്നവരല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന ആൾക്കാർ, അവർ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖു മന്നൻ വലാ അദാ, ആ ചെലവ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അത് എടുത്തു പറയില്ല. ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇന്നെ സഹായിച്ചിട്ടില്ലേ, ഇന്ന കാര്യം ചെയ്തിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ, അത് എന്നൊരു വാക്ക്, അങ്ങനെയുള്ളൊരു വാക്ക് അവരുടെ ജീവിതത്തിൽ വരികയില്ല. എപ്പോഴാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ചെലവഴിച്ചത് അതൊരിക്കലും അവർ എടുത്തു പറയില്ല. അജ്റുഹും ലഹും അജ്റുഹും, അവർക്ക് പ്രതിഫലമുണ്ട്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരല്ല, അവർ വ്യസനിക്കുന്നവരല്ല. കണ്ട എത്ര മഹത്തരമായ ഒരു സംഗതിയാണ്. ദാനധർമ്മത്തെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിച്ച ആൾക്കാർ, പ്രവർത്തിച്ച ആൾക്കാർ, സൽക്കർമ്മം പ്രവർത്തിച്ച ആൾക്കാർ, വഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തിയ ആൾക്കാർ, സകാത്ത് കൊടുത്ത ആൾക്കാർ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഇവരൊക്കെ പറ്റി പറയുമ്പോൾ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരുന്നൊരു കാര്യമാണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആനിൽ പല സ്ഥലത്തും അത് വരുന്നുണ്ട്.
യഥാർത്ഥ വിശ്വാസികളുടെ അടയാളങ്ങൾ പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തുദ്ധരിക്കുക. അവർ ഭയക്കുന്നവരല്ല, അവർ ദുഃഖിക്കുന്നവരല്ല, അവർ വേദനിക്കുന്നവരല്ല, അവർ വിഷമിക്കുന്നവരല്ല, അവർ വിഷാദരോഗത്തിന് അടിമകളാകുകയില്ല എന്ന് വിശ്വാസികളെ പറ്റി പറയുകയാണ്. അതാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മുടെ റബ്ബ് പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്തേക്ക് പോകണം, പുറത്തേക്ക് പോകണം. നമ്മിൽ നിന്നുള്ള സന്മാർഗ ദർശനം വരും. സന്മാർഗ ദർശനത്തെ ഖിയാമത്ത് നാൾ വരെ മനുഷ്യോൽപത്തിയുടെ തുടക്കം മുതൽ പറയുകയാണ്. ഏത് മനുഷ്യവംശത്തിൽപ്പെട്ട ആരാണോ ആ സന്മാർഗ ദർശനത്തെ ഫോളോ ചെയ്യുന്നത്, പിൻപറ്റുന്നത്, അവർക്കെന്തുണ്ട്? പല ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ വേദനിക്കുന്നവരല്ല, വിഷമിക്കുന്നവരല്ല, ദുഃഖിക്കുന്നവരല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് ചെലവഴിക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ പറയാണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതെ, അവർ ദുഃഖിക്കുന്നവരല്ല, അവർ വിഷമിക്കുന്നവരല്ല, അവർ ഭയക്കുന്നവരല്ല എന്ന് പറയുകയാണ്. സഹോദരന്മാരെ, എന്താണ് മഹത്തരമായൊരു പ്രതിഫലമാണ് നമ്മളിൽ നിന്ന് ഉള്ള ധനത്തിൽ നിന്ന് ചെലവഴിക്കുക. വലിയ പണക്കാരൊന്നല്ല നമ്മൾ ആരും. നമ്മളെ കൊണ്ട് ഉള്ള വരുമാനത്തിൽ നിന്ന് നമ്മുടെ ജീവിതം തട്ടിമുട്ടി പോകുന്നവരാണ് നമ്മിൽ മഹാഭൂരിപക്ഷം പേരും. പക്ഷേ ആ തട്ടിമുട്ടി പോകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഉച്ചയ്ക്ക് ഇരുന്ന് ഭക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല ഡ്രസ്സ് ധരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിന് സാധിക്കാത്ത പലരുമുണ്ട് എന്നുള്ള ഒരു ഉൾവിചാരത്തിൽ നിന്ന് നമുക്ക് ചെലവഴിക്കാൻ, നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ, അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസികളുടെ എണ്ണമറ്റ ഗുണങ്ങളിൽ നമുക്ക് പെടാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ഘടകമുണ്ട്. നമ്മൾ എത്ര ചെലവഴിച്ചാലും, ചെലവഴിക്കുന്നവർക്കറിയാം എത്രയാണോ നമ്മൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, ആ ചെലവഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു കുറവും വരികയില്ല. എങ്ങനെയോ അതിൽ നിന്ന് വീണ്ടും വീണ്ടും നിറയുന്ന അനുഭവങ്ങളാണ് ആ ചെലവഴിക്കുന്നവർക്ക് പറയാനുണ്ടാകുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, മസലല്ലദീന യുൻഫിഖൂന അംവാലഹും, അവരെന്നുള്ള സമ്പത്ത് ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചിട്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, കമസ്ലി ഹബ്ബ, അതൊരു ധാന്യമണി പോലെയാണ്, ഒരു ധാന്യമണി പോലെയാണ്. അൻബതത് സബ്അ സനാബിൽ, 7 കതിർമണികൾ അതിൽ നിന്ന് മുളച്ചു വന്നു. ഫീ കുല്ലി സുംബലത്തിൻ മിയത്തു ഹബ്ബ, ആ 7 കതിർമണിയിൽ നിന്നും അനേകം ധാന്യമണികൾ ഇങ്ങനെ പൊടിഞ്ഞു വന്നു. അതുപോലെയാണ് വല്ലാഹു യുളായിഫു ലിമൻ യശാ, ആരാണോ അത് സമ്പത്ത് ചെലവഴിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി നൽകുമെന്നാണ്. വല്ലാഹു വാസിഉൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ നഖസതു സദഖത്തുൻ മിൻ മാൽ, നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തുണ്ടല്ലോ അത് നിങ്ങളിൽ നിന്ന് ഒരു കുറവും വരുത്തുകയില്ല. ഒരു സഹോദരൻ കടക്കണിയിലാണ്, വളരെയധികം വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അവനെ വിളിച്ചു കൊണ്ടുപോയി അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സമ്പത്ത് അയാൾ കൊടുത്താൽ, അയാൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ, അയാൾ വിചാരിക്കാത്ത രൂപത്തിൽ ആ കൊടുത്ത പൈസ ചിലപ്പോൾ തിരിച്ചു വരുന്ന രീതിയിൽ അയാൾ അനുഭവിക്കുന്ന അനുഭവ യാഥാർത്ഥ്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചെലവഴിക്കുന്ന എന്തുണ്ടോ അത് നിങ്ങളുടെ സമ്പത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ അയാൾക്ക് പ്രതാപമല്ലാതെ വർദ്ധിച്ചിട്ടില്ല. ഒരാൾക്ക് മാപ്പാക്കി കൊടുത്താൽ അയാൾക്ക് പ്രതാപമല്ലാതെ വർദ്ധിച്ചിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അതിലൂടെ അവന്റെ പദവി ഉയർത്തപ്പെടാതിരുന്നിട്ടില്ല. ഇങ്ങനെ അടിസ്ഥാനപരമായ ചില കാര്യം പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ ആ സമ്പത്തിന് അവന് ഒരിക്കലും കുറവ് വരികയില്ല, അവന് വർദ്ധിച്ചിട്ടല്ല എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി, അവന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ പോക്കറ്റിൽ 2 ലക്ഷം കൊണ്ട് നടക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്, അവന്റെ കാരുണ്യമാണ്. വയക്ദിറുല, ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടുക്കമുള്ളതാക്കി തീർക്കുന്നു. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവന്റെ നിയമമാണ്. നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി വെക്കാൻ, മട്ടന്റെയും ചിക്കന്റെയും അതുപോലെ തന്നെ ബീഫിന്റെയും ബിരിയാണി വെക്കാൻ നമുക്ക് പലർക്കും സാധിച്ചെന്ന് വരും. എല്ലാ ആഴ്ചകളിലും പലപ്പോഴും കോഴി വാങ്ങി കഴിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരും.
എന്നാൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ബിരിയാണി വെക്കണമെന്ന് കുട്ടികൾ പറഞ്ഞാൽ ഒന്ന് കോഴി വാങ്ങാനും പശു നെയ്യ് വാങ്ങാനും അതുപോലെ തന്നെ നേരിയേരി വാങ്ങാനും ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ സമൂഹത്തിൽ എമ്പാടുമുണ്ട്. അങ്ങനെ വെക്കാത്തവർ ധാരാളമുണ്ട്. അങ്ങനെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സഹോദരനെ മനസ്സിലാക്കി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി എന്നല്ല, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവന്റെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കാൻ. അത് അവൻ്റെതല്ല സമ്പത്ത്, അവൻ പോക്കറ്റിൽ നടക്കുന്ന സമ്പത്ത് അവൻ്റെതല്ല. കാരണം ഇതെല്ലാം വിട്ടേച്ച് പോകേണ്ടതാണ്. ആ വിട്ടേച്ച് പോകുന്ന സമ്പത്ത് മറ്റുള്ളവരുതാണ് എന്നാണ് വിളിച്ചു പറയുന്നത്. എൻ്റെതല്ല. എൻ്റെ പോക്കറ്റിൽ എത്ര സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, എനിക്ക് എത്ര വീടുണ്ടായിക്കോട്ടെ, എത്ര ബിൽഡിംഗ് ഉണ്ടായിക്കോട്ടെ, എത്ര വാഹനങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ നിത്യേന ജീവിതം സമൃദ്ധമായി കഴിഞ്ഞു പോയെന്നിരിക്കട്ടെ, ആ ജീവിതത്തിന്റെ വാതായനങ്ങളും വാതിലുകളും മുഴുവൻ കൊട്ടിയടച്ച് മടങ്ങേണ്ടവരാണ്, മറ്റുള്ളവർക്ക് ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടവരാണ്. ആ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് ഈ ഇട്ടേച്ചു പോയ സമ്പത്തിന്റെ മേൽ ചിലപ്പോ തർക്കിക്കുന്നവരായിരിക്കാം. അവരുടെ ജീവിതാവകാശാനം വരെ ഈ സമ്പത്തിന്റെ പേരിൽ മിണ്ടാത്തവരാകാം. ഈ സമ്പത്തിന്റെ പേരിൽ കണ്ടുകൂടാത്തവരും വെറുപ്പും വെച്ച് പുലർത്തുന്നവരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഭാവിയുള്ള അനന്തരാവകാശികൾ. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് നൽകി ആ സമ്പത്തിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യഖ്ലിഫു. എന്താണ് നിങ്ങൾ ചെലവഴിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അതിന് പകരം നൽകും എന്നുള്ളത്. വ ഖൈറുർ റാസിഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട് സഹോദരന്മാരെ, നമ്മളെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഹദീസാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സനാഇൽ മഅറൂഫി തഖീ മസാരിസു. സൽപ്രവർത്തികൾ എന്ന് പറയുന്നത് അത് മോശമായ മരണത്തിൽ നിന്ന് കാക്കുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൽപ്രവർത്തികൾ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ മോശമായ മരണത്തിൽ നിങ്ങളെ കാക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, രഹസ്യമായ ദാനധർമ്മങ്ങൾ അള്ളാഹുവിനുള്ള കോപത്തെ തടുക്കും, ദേഷ്യത്തെ തടുക്കും. അള്ളാഹുവിനടുക്ക് നമ്മൾ പലപ്പോഴും ഏതെങ്കിലും അടിസ്ഥാനത്തിൽ അവൻ നമ്മൾ നോട്ടമിട്ടിട്ടുണ്ടാവും. അത് നമുക്കറിയില്ല. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ പൊങ്ങച്ചമുണ്ട്, നമ്മുടെ ദുർനടപ്പുകളുണ്ട്, മറ്റുള്ളവരെ കൊച്ചാക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും രൂപത്തിൽ ദുഷിച്ച പ്രവർത്തനങ്ങൾ ആരും അറിയാതെ ചെയ്തു കൂട്ടി വേലി കുമ്പാരങ്ങൾ നമ്മുടെ പിന്നിലുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മോശമായ കളവുകൾ പറഞ്ഞ എമ്പാടും ആൾക്കാരുണ്ടാവും, മോശമായ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം നമ്മളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതിഞ്ഞ നോട്ടത്തെ നമ്മൾ തിരിക്കണമെങ്കിൽ ചെലവഴിക്കുന്നവരിൽ നിന്ന് മാഞ്ഞു പോക്കുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വകുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മകളും സദഖയാണ്. വഅഹ്ലുൽ മഅറൂഫി ഫിദ് ദുനിയ വഅഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ദുനിയാവിന്റെ നല്ല ആൾക്കാരുണ്ടല്ലോ, അവര് തന്നെയാണ് കേട്ടോ പരലോകത്തെയും നല്ല ആൾക്കാർ. സ്വർഗവാസികൾ എന്ന് പറയുന്നത് ദുനിയാവിന് പ്രത്യേകമായ ഏതെങ്കിലും ശുദ്ധീകരണ ഫാക്ടറിയിലിട്ട് ശുദ്ധീകരിച്ച് പ്രത്യേകമായ പൈപ്പിലൂടെ ഒഴുകിക്കൊണ്ടെന്ന ആൾക്കാരല്ല. മറിച്ച് ഈ ദുനിയാവിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ, അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടോ, സൽപ്രവർത്തനങ്ങൾ എമ്പാട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ആൾക്കാരുണ്ടോ, സൗഹൃദ ബന്ധങ്ങൾ ചേർക്കുന്ന ആൾക്കാരുണ്ടോ, ഇങ്ങനെ ദുനിയാവിൽ വെച്ച് നന്മകൾ ചെയ്യുന്നവർ തന്നെയാണ് നാളെ സ്വർഗത്തിലുള്ള ആൾക്കാർ എന്ന് മനസ്സിലാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദാനധർമ്മം ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നതാണ് എന്നതിൻ്റെ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, വല്ലദീന യുൻഫിഖൂന അംവാലഹും റിയാഅൻ നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ വമൻ യകുനി ശൈത്താനു ലഹു കരീനൻ ഫസാ കരീന. വല്ലദീന യുൻഫിഖൂന അംവാലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആൾക്കാർ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വലാ യുഅ്മിനൂന ബില്ലാഹ്, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്നാണ്. അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നില്ല. വലാ ബിൽ യൗമിൽ ആഖിർ, അവർ പരലോകത്തിലും വിശ്വസിക്കുന്നില്ല. അല്ലേ? ഏതെങ്കിലും തരത്തിൽ റമദാൻ വന്നപ്പോൾ ഇയാൾ കുറെ സദഖ കൊടുക്കുന്ന ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആജിയാറ വീടിൻ്റെ മുന്നിൽ വലിയ ജനക്കൂട്ടത്തെ തടിച്ചു കൂട്ടുന്ന ഒരാൾ, അയാളുടെ ഉദ്ദേശം എന്താണ്? 4 ആൾ പറയട്ടെ ഹാജിയാർ വല്ല സദഖ ഉള്ള ആളാണ്. ഒരു 4 ആളെ കാണുമ്പോൾ ഇങ്ങനെ തലപൊന്തിച്ച് നടക്കുന്ന രീതിയിൽ ജനങ്ങൾ പുകഴ്ത്തി പറയണമെന്നാണ് ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെപ്പറ്റി പറഞ്ഞ വിശേഷം, അയാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്.
ഇത്ര ഗുരുതരമായ വിഷയമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് വമയ്യകുനി ശൈത്താനു ലഹു കരീനൻ ഫസാ കരീന. ഒരാളെ കൂട്ടുകാരൻ ശൈത്താനാണെങ്കിൽ എത്ര മോശമായ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ ഗർവ്, അഹങ്കാരം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി നല്ലത് പറയണമെന്നൊരു തോന്നൽ. എന്തിൻ്റെ പേരിൽ? സദക്കയുടെ പേരിൽ. അത് ഗുരുതരമായ വിഷയമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ഒരു ദാനധർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ഇഷ്ടത്തോടെ ചെലവഴിക്കണം. അത് അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ ഫളിലാണ്. ദാനധർമ്മം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയൊരു ഔദാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ എവിടെയോ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടത്തോടെ ചെലവഴിക്കണം എന്നൊരു നിബന്ധന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമാ മനഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും. അവരുടെ പക്കൽ നിന്ന് അവർ ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത് എന്താണ്? ഇല്ല അന്നഹും കഫറൂ ബില്ലാഹ്. ഒന്ന്, അല്ലാഹുവിനെ അവർ നിഷേധിച്ചു. വബി റസൂലി, പ്രവാചകനെ നിഷേധിച്ചു. വല യഅ്തൂന സലാത്ത ഇല്ലാ വഹും കുസാല. നിസ്കാരത്തിൽ വരുന്നതാകട്ടെ മടിയന്മാരായിട്ടാണ്. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർ വെറുത്ത് കൊണ്ടല്ലാതെ ചെലവഴിക്കുന്നില്ല എന്നാണ്. ഇഷ്ടം കൊണ്ട് കൊടുക്കില്ല, ഇഷ്ടമില്ലാതെ കൊടുക്കും. ആൾക്കാരെന്താണ് വിചാരിക്കുക, അനിയത്തി എന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ പുതിയാപ്പൾ എന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റയാൾ എന്താ എന്നെപ്പറ്റി പറയാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ചെലവഴിക്കുക. ഇത് ചെലവഴിക്കൽ നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ച് ചെലവഴിക്കുക, ഇഷ്ടത്തോടെ ചെലവഴിക്കില്ല എന്ന്. അവരെപ്പറ്റി എത്ര ഗുരുതരമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. അവരിൽ നിന്ന് ദാനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള തടസ്സമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അവർ നിസ്കാരത്തെ മടിപൂർവ്വമാണ് നിസ്കരിക്കുന്നത്. അവർ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വെറുത്തുകൊണ്ടാണ് ദാനം ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ നിന്ന് ദാനം ചെയ്യണം. എത്രയാണ്? ഒരു 10,000 രൂപ ശമ്പളം കിട്ടി, നേരത്തെ പറഞ്ഞു. ആ 10,000 രൂപയാണ് നമ്മൾ ഏറ്റവും വലിയ കാതലായ വശം. അല്ലെങ്കിൽ ഒരു 20,000 രൂപ ശമ്പളം കിട്ടി, ഒരു 30,000 രൂപ ശമ്പളം കിട്ടി. അതുകൊണ്ടാണ്, ആ ശമ്പളം കൊണ്ടാണ് ഈ ഒരു മാസത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്കിൽ അതിൽ നിന്ന് ചെലവഴിക്കണം. അതൊരു 500 ആണെങ്കിൽ 500, ഒരു 300 ആണെങ്കിൽ 300, ഒരു 750 രൂപയാണെങ്കിൽ 750 രൂപ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ് ഏറ്റവും പ്രിയങ്കരമായ ചെലവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ലൻ യനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധനമുണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ധനം, ആ ധനങ്ങളിൽ നിന്ന് ചെലവഴിക്കലാണ് ലൻ യനാലുൽ ബിർറ. നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല അങ്ങനെ ചെലവഴിക്കുന്നത് വരെ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം, നമ്മുടെ പരിമിതമായ ധനം, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ധനം, ഇതിനപ്പുറം എനിക്കൊരു പൈസ ഇല്ല എന്ന് വിചാരിക്കുന്ന ധനം, അതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്താണോ ചെലവഴിക്കുന്നത് അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുക. അതിനുള്ള പോരിഷങ്ങളും ഗുണങ്ങളും എമ്പാടുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുറപ്രകാരം ജീവിക്കണമെന്നും വീണ്ടും ഉണർത്തുകയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ പിന്നെ എന്ത് സമ്പത്തുണ്ടായാലും, അല്ലെങ്കിൽ അത്യാവശ്യം ആരോഗ്യം ഉണ്ടായാലും, ജോലി ഉണ്ടായാലും, ഒരുതരം ഒരു പിരിമുറുക്കം, മാനസികമായി എന്തോ ഒരു തടസ്സം അനുഭവിക്കുന്നവരായിട്ട് ധാരാളം പേരെ കാണാൻ വേണ്ടി പറ്റും. യഥാർത്ഥത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ധർമ്മം ചെയ്യുന്നവരാണോ അതിൽ നിന്നുള്ളൊരു വിശാലത നിങ്ങൾ കിട്ടുന്ന പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുല്ലുക്കും അലാ അബ്വാബിൽ ഖൈർ, നന്മകളുടെ വാതിലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, നന്മകളുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. സഹാബിയുടെ പേര് അസ്സൗമു ജുന്നത്ത്. ഒന്ന് നോമ്പാണ്, നോമ്പ് പരിചയമാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളിലേക്കും പോകാതിരിക്കാനുള്ള പരിചയമാണ് നോമ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഉണ്ടല്ലോ, ആ ദാനധർമ്മങ്ങൾ ഒരു തീയെ വെള്ളം അണക്കുന്നത് പോലെ
നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ ഈ തെറ്റുകുറ്റങ്ങളും അതിനൊക്കെ കെടുത്തിക്കളിയുമെന്നാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക, അതിനൊരു മനസ്സ് കാണിക്കുക. അതുകൊണ്ടാണ് ജാബിർ ബിൻ അബ്ദുള്ള പറഞ്ഞ ഹദീസിൽ കാണാം, വസിയാമു ജിന്നത്തുൻ അസ്സലാത്തു ഖുർബാൻ. ഇതേപോലെ മറ്റൊരു റിപ്പോർട്ട്, നിസ്കാരം എന്ന് പറയുന്ന അള്ളാഹുവിനെ കൊള്ള അടുപ്പിക്കുന്നതാണ്. നിസ്കാരം അള്ളാഹുവിനെ കൊള്ള അടുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയമാണ്. സദക്ക എന്ന് പറഞ്ഞാലും ഇത്തരം തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കിക്കളി. മറ്റുള്ളവരെ പറ്റി പസാത് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ കുറ്റങ്ങൾ പറയുക, തെറ്റുകൾ പറയുക, കളവുകൾ പറയുക, നമ്മൾ അറിയാതെ നമ്മൾ ചെലവഴിക്കുന്ന ദാനധർമ്മങ്ങൾ അതിനൊക്കെ ഒരു പരിഹാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന സദഖത ലതുഫിയു അനി അഹ്ലി ഹർറൽ ഖുബൂർ. അതെ, സദക്ക എന്ന് പറയുന്നത് അതിൻ്റെ സദക്ക ചെയ്യുന്ന ആൾക്കാർക്ക് കബറിൽ അനുഭവിക്കുന്ന ചൂടിൽ നിന്നുള്ള മോചനമാണ്, ചൂടിൽ നിന്നുള്ള രക്ഷയാണ്. ഖിയാമത്ത് നാളിൽ ഹിസാബിൻ്റെ നാൾ വരെ കഴിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ അയാൾ ചെയ്ത ദാനധർമ്മങ്ങൾ അയാൾക്ക് പരിചയമായി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ സഹിഹ് ഹദീസാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ സദക്ക കൊണ്ട് ചികിത്സിക്കാം, സദക്ക കൊണ്ട് ചികിത്സിക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാവും, ഓരോരാൾക്ക് പല പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളെ നിങ്ങൾ സദക്ക കൊണ്ട് ചികിത്സിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ. ഏത് വരെ എന്നറിയാമോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കൊക്കെ പലപ്പോഴും കേട്ടതായിരിക്കും. ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും വന്നു, ഒരു സ്ത്രീയും 2 കുട്ടികളും വന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമേ ആ വീട്ടിലുള്ളൂ. അവിടെ ആകട്ടെ 3 കാരക്കയാണ് ഉണ്ടത്, വേറൊന്നും ഭക്ഷണം ഇല്ല അവിടെ. തളുകയിലോ പാത്രത്തിലോ ഒന്നും മൂടി വെച്ചിരുന്നില്ല, 3 കാരക്ക മാത്രമേ ഉള്ളൂ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിക്കും, എന്തെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടോ ആയിഷ, അന്നേരം കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഒരു സ്ത്രീയും 2 കുട്ടികളും വന്നപ്പോൾ അവർ ചോദിച്ചു, അല്ല ഉമ്മുൽ മുഅ്മിനീൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അവരെ 3 കാരക്ക എടുത്തു കൊടുത്തു. 3 എടുത്തു കൊടുത്തു. 1 എടുത്തു കൊടുത്തിട്ട് 1 റസൂലിനെന്ന് വെച്ചില്ല, 3, കാരണം 3 ആളുടെ അവിടെ 3 എടുത്തു കൊടുത്തു. അതാണ് സദക്കയുടെ മഹത്വം എന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയകല്ലിമുഹുല്ലാഹ്. അതെ, നിങ്ങളിൽ ഒരാളുമില്ല അള്ളാഹു അവനോട് സംസാരിക്കാതെ, നിങ്ങളിൽ ഒരാളുമില്ല അള്ളാഹു അവനോട് സംസാരിക്കാതെ. ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന ദിവസം ഒരു പരിഭാഷകൾ ഉണ്ടാവില്ല. ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. അയാൾ വലതുഭാഗത്തേക്ക് നോക്കും, അപ്പോൾ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാൾ ചെയ്ത കുറേ തെറ്റുകുറ്റങ്ങളും മറ്റുമാണ് കാണാൻ വേണ്ടി സാധിക്കുക. അയാൾ ബേജാറായിട്ട് ഇടതുഭാഗത്തേക്ക് നോക്കും, അപ്പോൾ അയാൾ എന്തൊക്കെയാണ് അയാളുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ അതാണ് കാണാൻ വേണ്ടി സാധിക്കുക. അയാൾ മുൻഭാഗത്തേക്ക് നോക്കും, മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ നരകമല്ലാതെ മറ്റൊന്നും അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വലൗ ബിശിക്കി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാകണമെന്നില്ല നമ്മുടെ കയ്യിൽ. എന്താണോ ഉള്ളത് അത് കൊടുക്കാം. ചിലപ്പോൾ അത് 10 രൂപയാകാം, 50 രൂപയാകാം, 100 രൂപയാകാം. എന്താണോ ഉള്ളത് അത് ദാനധർമ്മം ചെയ്യുന്ന ഒരു ശീലമുണ്ടാക്കി തീർക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലിൻ തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ. നല്ല സമ്പാദ്യത്തിൽ നിന്ന് ആരെങ്കിലും കാരക്കക്ക് സമാനമായത് ചെലവഴിച്ച, കാരക്കയാണ് ഉദാഹരിക്കുന്നത്. വലിയ വലിയ നാണയത്തുട്ടുകളോ ദിർഹമിനോ ദനാഹിറുമിനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചക്ക് കൊണ്ടുവരുന്നില്ല. ആരെങ്കിലും അയാളുടെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കക്ക് സമാനമായത് ചെലവഴിച്ചാൽ വലാ യസ്തദു ഇലല്ലാഹി ഇല്ലാ തയ്യിബ് ഫഇന്നല്ലാഹ യതഖബ്ബലുഹു ബിയമീനിഹി. അള്ളാഹുവിൻ്റെ അടുത്ത് നല്ലതല്ലാതെ ഉയർന്നു പോകുകയില്ല. കുറേ കട്ട പൈസയുണ്ട്, അത് ചെലവഴിക്കാണെന്നല്ല, ഹറാം ഒഴിവാക്കണം ചെലവഴിച്ചുകൊണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മം ചെയ്ത് കൂലി അതിന് കിട്ടൂല. പക്ഷെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരാൾ ദാനം ചെയ്താൽ അതിൻ്റെ കൂലിയുണ്ട്, അള്ളാഹുവിലേക്ക് അത് ഉയരും. എന്നിട്ട് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വലത് കരം കൊണ്ട് അത് സ്വീകരിക്കും. നിങ്ങളൊരാൾ തൻ്റെ കുതിരക്കുഞ്ഞിനെ വളർത്തുന്ന പോലെ പർവ്വതം സമാനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വളർത്തിക്കൊണ്ടുവരുമെന്നാണ്. കാരക്കയാണ് ചെലവഴിച്ചത്, പക്ഷെ അള്ളാഹു അത് സ്വീകരിച്ചുകൊണ്ട് അവന് വേണ്ടി പർവ്വതം സമാനം അത് വളർത്തിക്കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നല്ല ശീലമുള്ളവരായി തീരാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ചിലപ്പം എല്ലാ ഗുണങ്ങളും നമുക്കുണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, ഉംറ ഉണ്ടാവും, അതുപോലെ തന്നെ നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാശ് ചെലവഴിക്കുന്ന കാര്യത്തിൽ മഹാപഞ്ഞന്മാരായാൽ അതിലെവിടെയോ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ
നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന ദീർഘമായ വീക്ഷണവും സദാ ചിന്തയും നമുക്കുണ്ടായിരിക്കണം. അതൊരു മുസ്ലിമിൻ്റെ വീടാണ്, അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടും എന്നായിരിക്കണം നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. അതൊരു മുസ്ലിയാരുടെ വീടാണ്. പണ്ട് കാലത്തൊക്കെ തലമുറകൾ അങ്ങനെയായിരുന്നു. പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് അധസ്ഥരതൊക്കെ മുസ്ലിങ്ങൾക്കായിരുന്നു അവർക്കൊരു അഭയമുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഒരു മൊയിലാറ വീടാണ്, അതൊരു മാപ്പിളൻ്റെ വീടാണ്, അവർ മടക്കൂല എന്നൊരു ചിന്ത പഴയ തലമുറയെക്കുറിച്ച് പഴയ കാലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് കീഴ്ജാതിക്കാരൊക്കെ വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമിൻ്റെ സ്വതസിദ്ധമായ സ്വഭാവ ശീലമാണെന്ന് മനസ്സിലാക്കി ആ ശീലത്തിലേക്ക് ഒരു തിരിച്ചു വരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെയാക്കുക, തൗഹീദ് പഠിക്കുക, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കുക, സുന്നത്തിനെക്കുറിച്ച് പഠിക്കുക, സുന്നത്തിനെതിരായി എന്തൊക്കെ വിദ്യത്തുകളുണ്ടോ അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാം. അതുപോലെ തന്നെ പലിശകൾ, സംഗീതം, മ്യൂസിക് ഇതൊക്കെ ഒഴിഞ്ഞുകൊണ്ട് ജീവിക്കുക. സദാസമയം മൊബൈലിന് മുകളിൽ തലകുത്തി നിൽക്കുന്നൊരവസ്ഥ ഒഴിവാക്കുക.